എമ്പുരാൻ കുറച്ചും കൂടി ഒരു വലിയ പടം. സ്റ്റീഫൻ ആരാണെന്നും സ്റ്റീഫന്റെ കൂട്ടുകാരനായിട്ട് രാജുരാജിനൊരു വിലക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് മമ്മൂക്ക മാത്രമാണ് പ്രതികരണം ഉണ്ടായെന്ന് പറയുന്നത്. മമ്മൂട്ടിയാണ് ആദ്യം എന്ന് പറഞ്ഞത്, എന്തോ ഇതങ്ങ് നിർത്തുന്ന നല്ലതില്ലെങ്കിൽ ഇവരിത് വെച്ച് നീട്ടിക്കൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞാൽ അത് അവസാനിപ്പിക്കാൻ മുൻകൈ എടുത്തത് മമ്മൂട്ടിയാണ്. ആ ഇംഗ്ലീഷ് മാറ്റണം, മാപ്പ് പറയുന്നു എന്ന് പറയണം. കൈപൊക്കി മുദ്രാവാക്യം വിളിച്ചതൊക്കെ ഈ ആരോപണങ്ങളൊക്കെ ഇപ്പം നേരിടുന്ന കൂട്ടത്തിലുള്ള രണ്ടുപേരാണ്. ജീവിതത്തിലുണ്ടാവുന്ന ചില ഫ്രസ്ട്രേഷൻസ് ഉണ്ടല്ലോ, നൈരാശ്യം, അതിൽ നിന്നും വരാം. ചുമ്മാ ആരെങ്കിലുമൊക്കെ ചീത്ത വിളിച്ചൊരു സ്വയം സുഖം കണ്ടെത്തുക. എന്തിനാണ് ഇവരൊക്കെ സ്വയം വില കളയുന്നത്? ഇങ്ങനെ നാണമില്ല സത്യം പറയുക. നമ്മളൊക്കെ വിട്ടേരെ, ഞങ്ങളൊക്കെ ജീവിച്ചു പൊക്കോട്ടെ. ഒരാളിൻ്റെ നല്ല വശമായിരിക്കും ആദ്യം പറയുക, പിന്നെ ഉള്ളൂ വെറുതെ വലിയ ആളാക്കരുത്. അവിടെ ഇത് ഇടയ്ക്ക് ആരാണ്ട് പറഞ്ഞ ഇവിടെ ഒരു വലിയ പ്രമുഖൻ എറണാകുളത്തുള്ള പൃഥ്വിരാജിൻ്റെ പടം 2023 സെൻസർ ചെയ്തെങ്കിലും ജനം കണ്ടത് 24 ജനുവരിയിലാണെന്നൊക്കെ. അതിനെങ്ങനെ കൊടുത്തു ജനപ്രിയ? അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത്, മനുഷ്യരാരും കാണാതെ പെട്ടിയിലിരുന്ന ചിത്രങ്ങൾക്ക് ഇവിടെ ജനപ്രിയ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആരെങ്കിലും വല്ല കമൻ്റ് ഇട്ട് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് ഈ കമൻ്റ് എഴുതിയ ആളിനെ കളിയാക്കുമെന്നല്ലാതെ എൻ്റെ മോൻ എങ്ങനെയാണെന്നുള്ളത് എന്നെക്കാട്ടി നന്നായിട്ട് നാട്ടുകാർക്കും അറിയാം. പിന്നെ ഈ പറഞ്ഞതുപോലെ അയാളുടെ ക്യാരക്ടർ അങ്ങനെ കേട്ടോ എന്ന് വിവരമുള്ളവർ പറയും. പിന്നെ എന്തുകൊണ്ട് അയാൾ ഇങ്ങനെ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞില്ല? അപ്പോൾ ഞാൻ വിചാരിക്കും ഇവരൊക്കെ നല്ല വിവരമുള്ളവരായിട്ട് ഇതെന്താണ് സംഭവം എന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞൂടെ? അപ്പോൾ ഒരു അവസരം കിട്ടിയാൽ എന്ത് വിളിച്ചു പോവുക? പഴയ കാലമല്ല, ഈ കലിയുഗത്തിൽ ഈ ബൂമറാങ് എന്നൊക്കെ പറയുന്ന പോലെ ഈ ശരം തിരിച്ചു വരും. കർമ്മ തിരിച്ചു വരും. മക്കളെ ഒന്ന് ചൊറിയാൻ വേണ്ടി നമ്മളെ പറയുന്നവരുണ്ടല്ലോ, അറിയാം. ശരി, അത് അവരുടെയൊക്കെ വിചാരം ഇതെല്ലാം വായിച്ചുകൊണ്ട് ഇവിടെ ഇപ്പം എന്തെല്ലാം ശത്രുക്കൾ മാറി ഇത് അങ്ങനെ ഇങ്ങനെ. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. പറയുന്നവർ പറഞ്ഞോട്ടെ, മുതലും പലിശയും ചേർത്ത് അവിടെ നിന്ന് വാങ്ങിച്ചോളൂ വിചാരിക്കും. ഇല്ല, എനിക്ക് അവസ്ഥ ലാലുവിനെയൊക്കെ ഞാൻ എടുത്തോണ്ട് വന്നിട്ടുള്ള കൊച്ചു പിള്ളേരെ, ലാലുവൊക്കെ കൊച്ചിലെ ഒരു 5-6 വയസ്സുള്ളതെന്നല്ല എനിക്കറിയാം. ഇന്നും എനിക്ക് ലാലുവിനെ ആ ഒരു കൂട്ടിനകത്താണ് കാണാൻ പറ്റുന്നത്. പിന്നെ കുറെ കൂടെ സംഭവങ്ങൾ ഇതിലാണ് കൂടുതൽ. രാജുവിനുള്ള ഏക ഗുണം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്, അവന് ഒരു ജോലി അങ്ങോട്ട് ഏറ്റാൽ ഒരു 150% അവൻ അതിനകത്ത് ഇൻവോൾവ്. ഒരു ക്ലീൻ പ്ലാനിങ് ഉണ്ട്. ഒക്ടോബറിലൊക്കെ കണ്ട് നടക്കുമ്പോഴാണ് സാർ ഇങ്ങനെ പോലീസ് കേസ് ഇന്നാൻ്റെ പേര് വന്നിട്ടുണ്ട്, എന്താ സംഭവം? അവിടെ എന്തോ കല്യാണ സീനിൽ വന്നു, കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അതെന്തോ ഉണ്ടായി. അതെല്ലാം കഴിഞ്ഞ് പടം കഴിഞ്ഞ് വീട്ടിൽ പോയി. തോന്നിയിട്ടുണ്ടോ ഇന്ദ്രജിത്തിന്റെ ആ ഒരു കാലിബർ ശരിക്കും മലയാള സിനിമ? സത്യം, എനിക്ക് അത് തോന്നാറുണ്ട്. കാരണം ലൂസിഫറിലൊക്കെ ഇന്ദ്രന്റെ ക്യാരക്ടർ അങ്ങനത്തെ ആണെങ്കിൽ നല്ലൊരു ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രമാണ്. പക്ഷെ അല്ലാതെ കുറച്ച് നല്ല പടങ്ങൾ ഇന്ദ്രന്റെ ഉണ്ട്. ഇപ്പം മറ്റേ ഈ തണുത്ത വെളുപ്പാങ്കാലത്ത്, ലെഫ്റ്റ് റൈറ്റ്, അത് പിന്നെ ഒരു നായകൻ എന്നൊക്കെ പറഞ്ഞൊരു കഥകളി, അതൊക്കെ ഇന്ദ്രൻ എനിക്ക് വാസ്തവത്തിൽ തോന്നി വളരെ സീരിയസ് ആയിട്ടുള്ള കഥ ഇതുമാണ്. അത് നന്നായിട്ട് ചെയ്യുകയും ചെയ്തു. സുപ്രിയ ഒരു സെൽഫി എടുക്കുന്നതല്ലേ, അതൊരു കമന്റ്. ആ കമന്റ് അവിടെ ചേരുന്ന കമന്റാണ്. അതിന്റെ മോശമായിട്ട് പറയില്ല. പക്ഷെ അത് പിന്നെ ഈ പറഞ്ഞിട്ടുണ്ട് മമ്മൂക്കായാകുമ്പോ പിന്നെ ആ കമന്റുകൾ ഒരു തമാശയിൽ ഇവിടെ എല്ലാവരും എടുക്കുള്ളൂ. വേറെ വല്ലവരും ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. പ്രത്യേകിച്ച് ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയോടൊപ്പമാണ് ഇന്ന് നമ്മളുള്ളത്. നല്ലൊരു വ്യക്തി, നല്ലൊരു സ്ത്രീ, നല്ലൊരു അമ്മ, നല്ലൊരു അമ്മൂമ്മ, നല്ലൊരു ആർട്ടിസ്റ്റ്, അതുപോലെ നല്ലൊരു ബിസിനസ് പേഴ്സൺ, ഇങ്ങനെ എല്ലാ മേഖലകളും തിളങ്ങിയിട്ടുള്ള നമ്മുടെ മലയാള സിനിമയുടെ അമ്മമാരിൽ ഒരാളായിട്ടുള്ള മല്ലിക സുകുമാരൻ, മല്ലിക ചേച്ചി, നമ്മുടെ മല്ലികാമ്മ. സ്വാഗതം മല്ലിക. താങ്ക് യു. നല്ല ഇൻട്രൊഡക്ഷൻ ഒക്കെ കേട്ട് ഇങ്ങനെ സൂചിച്ചിരിക്കുകയാണ്. നമുക്കൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, കാര്യങ്ങൾ മാത്രമല്ല ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ആദ്യം തന്നെ ബിഗ് കൺഗ്രാറ്റുലേഷൻസ്. ബിക്കോസ് ഒരു 50 years സിനിമാ മേഖലയിൽ പൂർത്തിയാക്കാന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമല്ല. അതോടൊപ്പം തന്നെ പൃഥ്വിരാജിന് കിട്ടിയിട്ടുള്ള അവാർഡും. അപ്പൊ ഈ 2 സന്തോഷം പങ്കുവയ്ക്കണ്ടേ? പേഴ്സണലി അയ്യോ താങ്ക് യു. കൊള്ളാം. പൃഥ്വിരാജ് കാണണ്ട, അവർക്കൊക്കെ ഇഷ്ടമുള്ള സാധനമായത്. ഇതിപ്പോ ഞാൻ കഴിക്കും. അവര് വരുന്നിടം വരെ വെയിറ്റ് ചെയ്തില്ല, ഞാൻ കഴിക്കും. സന്തോഷം. അതുപോലെ പല ഇന്റർവ്യൂസിലും ചോദിക്കുന്ന കാണാറുണ്ട്,
മക്കളിൽ ആരെയും ഇഷ്ടം, മരുമക്കളിൽ ആരെയും ഇഷ്ടം, പേരക്കുട്ടി. അപ്പൊ അതിൽ എനിക്ക് ആ ചോദ്യം കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരും. കാരണം തിരിച്ച ആങ്കറിനോട് ചോദിക്കാൻ എങ്ങനെ അതെങ്ങനെ ആലോചിച്ചു. അതാ ഞാനെന്നിട്ട് അവസാനം ഫസ്റ്റ് ഞാൻ ആദ്യം ചോദിച്ച ഒരാളിനോട് ഞാൻ എൻ്റെ ഉത്തരം പറഞ്ഞു. ഞാനൊരു കാര്യം ചെയ്യട്ടെ, മോക്കോലം തോന്നുന്നു ഇല്ല, വലത്തെ കണ്ണിനോടാണോ ഇടത്തെ കണ്ണിനോടാണോ ഇഷ്ടം, ഞാൻ ഫസ്റ്റ് ചോദ്യം ചോദിച്ചതാ. പിന്നെയും വരുന്നവർ ഇത് തന്നെ ചോദിച്ചു. ഞാൻ പറയും ഇതേ ഉത്തരം കൊച്ചു കുട്ടികളോട് ചോദിക്കുന്ന പോലെയാണ്. ചോദിക്കുന്ന പോലെ അല്ലേ. അല്ല, എനിക്ക് ഇടത്തെ കണ്ണ് ഇഷ്ടമേ അല്ല, എനിക്ക് വലത് കണ്ണ് മതി എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഇല്ല. അതുപോലെ തന്നെ മക്കളുടെ കാര്യത്തിലും അങ്ങനത്തെ ഒരു ഇഷ്ടം വല്യമ്മയുടെ ഉള്ളിലും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഇല്ല. കാരണം എന്റെ മക്കളല്ലേ, അവര് നന്നായിരിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയെ എനിക്കുള്ളൂ. ഈശ്വര, ഈ ശത്രുക്കളുടെ ഇടയിലാണല്ലോ കിടക്കുന്നത്. പിന്നെ ഒരു കാര്യം, എപ്പോഴൊക്കെ ഞാൻ മനസ്സ് നൊന്ത് ദൈവത്തിനെ വിളിച്ചിട്ടുണ്ടോ അത് എല്ലായിടത്തും പോകുന്ന ആളാണ് ഞാൻ. എനിക്ക് വേളാങ്കണ്ണി അമ്മയെ വിശ്വാസമാണ്, എൻ്റെ സകല ദൈവങ്ങളെയും വിശ്വാസമാണ്. തിരുവനന്തപുരത്തൊരു ഭീമാപ്പള്ളിയുണ്ട്, സേന കേട്ട് കാണും ചിലപ്പോൾ. അതൊക്കെ ഞങ്ങൾക്ക് വളരെ വിശ്വാസമുള്ള സ്ഥലങ്ങളാണ്. ഞാൻ വിളിക്കുമ്പോഴെല്ലാം അത്യാവശ്യം എന്നെ ആശ്വസിപ്പിക്കാൻ ഈ ദൈവങ്ങളൊക്കെ വരാറുമുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. പറയുന്നവർ പറഞ്ഞോട്ടെ, മുതലും പലിശയും ചേർത്ത് അവിടെ നിന്ന് വാങ്ങിച്ചോളൂ ആയിരിക്കും. കാര്യഗൗരവത്തോടെ കാര്യങ്ങൾ തുറന്നടിച്ച്, അതായത് അല്ല അത് ശരിയാ, അത് അവന്റെ അച്ഛന്റെ സ്വഭാവമാണ്. സംസാരിക്കാൻ പറ്റുന്ന ഒരാളാകുമ്പോൾ തീർച്ചയായിട്ടും അല്ല തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയും, സുഹോട്ടന്റെ ഡിക്റ്റോയാണ് രാജു. രാജുവിന് മനസ്സിലൊന്ന് മുഖത്തൊന്ന് പറയുമ്പോൾ വേറൊന്ന്, അത് അറിഞ്ഞുകൂടാ. എന്ത് മനസ്സിൽ തോന്നുന്നോ ആ എക്സ്പ്രഷൻ മുഖത്ത് വരും, അത് തന്നെ അവൻ പറയുകയും ചെയ്യും. ഞാനും ഇന്തേരം പിന്നെ അത് ചിലപ്പോൾ ഒരു വിഷമം വന്നാലും അതൊക്കെ പറഞ്ഞ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യും. രാജുവിന് അത് അറിഞ്ഞുകൂടാ. പക്ഷെ ഇന്ദ്രജിത്ത് കുറച്ചും കൂടെ അതൊന്ന് അവന്റെ നയപരമായിട്ട് സംസാരിക്കാൻ കുറെ കൂടെ ഇന്ദ്രനാണ്. അതാ ഞാൻ പലപ്പോഴും പല കഥയും പറഞ്ഞിട്ടുണ്ട്. ഞാനും ഇന്ദ്രനും ഏതാണ്ടൊക്കെ ഒന്ന് ഇങ്ങനെ വളച്ചൊടിച്ച് ചിരിച്ച് തമാശയൊക്കെ കാർത്തി പറയുമ്പോൾ മറ്റദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻ തൊട്ട് സുഖട്ടരാ, ആ ഗൗരവം അതെല്ലാം അങ്ങനെ പോവും. അതിനകത്ത് ഇപ്പൊ ആരെങ്കിലും വല്ല കമന്റ് ഇട്ട് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറയാന്ന് വിചാരിച്ചിട്ട് ഈ കമന്റ് എഴുതിയ ആളിനെ കളിയാക്കുമെന്നല്ലാതെ എനിക്കറിയാം ഒരു അഭിപ്രായത്തിന് മാറ്റം വരുത്തില്ല. എൻ്റെ മോൻ എങ്ങനെയാണെന്നുള്ളത് എന്നെക്കാട്ടി നന്നായിട്ട് നാട്ടുകാർക്കും അറിയാം. പിന്നെ ഈ പറഞ്ഞതുപോലെ അയാളുടെ ക്യാരക്ടർ അങ്ങനെ കേട്ടോ എന്ന് വിവരമുള്ളവർ പറയും. പിന്നെ എന്തുകൊണ്ട് അയാൾ ഇങ്ങനെ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞില്ല, കണ്ടില്ലേ എന്താണ് ഈ ബ്രോഡാഡിയുടെ സെറ്റിൽ നടന്ന ഒരു സംഭവം ആരും അറിയുന്നില്ല. ഞാനാ പടത്തിലില്ലേ, 5-6 ഹോട്ടലിലാണ് ഓരോ സ്ഥലത്ത്. അവിടെ എന്തോ കല്യാണ സീനിൽ വന്നു, കുറെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ, അതെന്തോ ഉണ്ടായി. അതെല്ലാം കഴിഞ്ഞ് പടം കഴിഞ്ഞ് വീട്ടിൽ പോയി. അടുത്ത എമ്പുരാന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ ഒക്ടോബറിലൊക്കെ കണ്ട് നടക്കുമ്പോഴാണ് സാർ ഇങ്ങനെ പോലീസ് കേസ് ഇന്നാരുടെ പേരിൽ വന്നിട്ടുണ്ട്, എന്താ സംഭവം അതിങ്ങനെ. അന്ന് വൈകിട്ട് വിട്ടു. ഇതൊന്നും അന്വേഷിക്കാതെ അയ്യോ ഘോര ഓരോരുത്തരത്ത് കയറിയത് പ്രസംഗിക്കുന്നതാണ്. ന്യൂസ് അവറിൽ വരെ ഞാൻ ചിലതൊക്കെ എന്നെ വിളിച്ചു പറയുമ്പോൾ ഞാൻ ലിങ്കിൽ പോയി കാണാൻ പറ്റാറില്ല, ഷൂട്ടിംഗ് ഒക്കെ ആയിട്ട്. അപ്പം ഞാൻ വിചാരിക്കും ഇവരൊക്കെ നല്ല വിവരമുള്ളവരായിട്ട് ഇതെന്താണ് സംഭവം എന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞൂടെ. അപ്പോൾ ഒരു അവസരം കിട്ടിയാൽ എന്ത് വിളിച്ചു പോവുക, അതാണോ ഇവരുടെയൊക്കെ പാരമ്പര്യം, എനിക്കറിയില്ല. അപ്പം അല്ല, ബ്രോഡാഡിയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജ് അല്ല ആക്ച്വലി അമ്മയെ കാസ്റ്റ് ചെയ്തത്, ലാലേട്ടൻ. സത്യം, ശരിയാണ്. വെച്ചാല് രാജു ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ അമ്മയ്ക്ക് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നു. അവൻ എന്താ മോനെ ഇപ്പൊ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ ഒരു പടം വന്നാൽ അമ്മ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഏത് പടം, അത് ഞാൻ പറയാം. അപ്പോൾ ഉടനെ മോഹൻലാൽ വിളിക്കുന്ന ചേച്ചി, ഞാൻ ചേച്ചിയുടെ സോറി മറ്റേ ജൂഡി ചെയ്ത പടം അത് കണ്ടായിരുന്നു, പിന്നെ സാറാസോ അങ്ങനത്തെ. അതുപോലെ നമുക്കൊരു അമ്മച്ചിയെ വേണം നമുക്കിവിടെ, ആ ചേച്ചി കറക്റ്റായിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തെ ആൻ്റണി വിളിച്ചു. അപ്പോൾ അത് ഞാൻ ഈ പടമാണോ എൻ്റെ മക്കളെ നീ ചെയ്യുമോ ചോദിച്ചു. നീയല്ലേ എൻ്റെ സംവിധായകൻ ചോദിച്ചു. അതേ ഞാൻ പിന്നെ നീ എന്തോ ചോദിച്ചത്. ഒന്നാമത്തെ കാര്യം മോഹൻലാലിൻ്റെ അമ്മയായിട്ടൊരു പടം, പിന്നെ മോൻ ഡയറക്റ്റ് ചെയ്യുന്നു. ആർക്കാണ് സന്തോഷമില്ലാത്ത അതിലൊരു വേഷം ചെയ്യാനായിട്ട്? തീർച്ചയായിട്ടും എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ലാലുവും ആൻ്റണിയും പറഞ്ഞതിന് ശേഷമാണ് ഇതാണ് പടമെന്നും കഥാപാത്രം ഇങ്ങനെയാണെന്നൊക്കെ പിന്നെ വിശദമായിട്ട് എൻ്റെ മോൻ പറഞ്ഞു. അതാന്ന് പറഞ്ഞു വലിയ ചേച്ചി അതായിരിക്കും മോൻ പറഞ്ഞു. അങ്ങനെ അല്ലാതെ ഇപ്പൊ എൻ്റെ മക്കള് കയറി എൻ്റെ അമ്മ ഇടുവോ, അത് ഞാനും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പൊന്നോ എൻ്റെ ഈശ്വര, അല്ലെങ്കിലേ ഇരിക്കാൻ വയ്യ. രസകരമായിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അയ്യോ തീർച്ചയായിട്ടും ഉണ്ടായി. ഞാനിപ്പോ അവിടെ ചെയ്യുമ്പോൾ പൃഥ്വി ഡയറക്റ്റ് ചെയ്യുമ്പോൾ അവനിങ്ങനെ മോണിറ്റർ നോക്കും, അതിൻ്റെതായ കമൻസ് പറയും. ഞാനത് ഒരുപാട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. ഒരു ഷോട്ട് കഴിഞ്ഞ് എല്ലാം കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു അമ്മച്ചിക്ക് ഭാവി ഉണ്ടെന്നാല് എനിക്ക് അത് പറയുന്നത് പൃഥ്വിരാജ്. അപ്പൊ എന്റെ പുറകിൽ അച്ഛന്റെ ഫോട്ടോ ആയിട്ട് വെച്ചിരിക്കുന്നത് സുഖേട്ടന്റെ പടമാണ്. ഞാൻ എന്താ പറഞ്ഞേ, അവനെന്താ പറഞ്ഞേ, അല്ല ചേച്ചി അസോസിയേറ്റ് ഒക്കെ ചിരിക്കുന്നു, അമ്മച്ചിക്ക് ഭാവി ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞ
എൻ്റെ ഭാവി തീരുമാനിച്ചാളിൻ്റെ ഫോട്ടോ അതുകൊണ്ടില്ല കിടക്കുന്നതൊന്ന് പറഞ്ഞേരെ എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങനെ. പിന്നെ മോനാവുമ്പോൾ നമുക്ക് അതൊരു സന്തോഷം, മോൻ സംവിധാനം ചെയ്യുന്ന പടത്തിൽ അഭിനയിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സന്തോഷം. പിന്നെ മോഹൻലാലിന്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അങ്ങനെ പറയാറുണ്ടോ? ഇല്ലില്ല, അങ്ങനെ വരാറ് അധികം വന്നിട്ടില്ല. എനിക്ക് അവസ്ഥ ലാലുവിനെയൊക്കെ ഞാൻ എടുത്തോണ്ട് വന്നിട്ടുള്ള കൊച്ചു പിള്ളേരെ, ലാലുവൊക്കെ കൊച്ചിലെ ഒരു 5-6 വയസ്സുള്ളതെന്നല്ല എനിക്കറിയാം. ഇന്നും എനിക്ക് ലാലുവിനെ ആ ഒരു കൂട്ടിനകത്താണ് കാണാൻ പറ്റുന്നത്. അപ്പൊ എനിക്ക് ലാലു വന്നിട്ട് ഒരു എണ്ണ ഇടുന്ന സിനിമ ഞാൻ പറഞ്ഞു, ഇത് കയ്യിലാക്കാൻ മോനെ, അയ്യോ കഷ്ടമുണ്ട് ലാലുവിനെ കൊണ്ട് എൻ്റെ അപ്പൊ ലാലു ആ സമ്മതിക്കാതെ ചേച്ചി ചുമ്മാരി ചേച്ചി അതെന്ത് വെച്ചാൽ ഒന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞു അല്ല കൈക്ക് വേദന കാണിച്ച വേണ്ട ഇതിനോട്ടെടുത്ത് വെച്ചാൽ അയ്യോ അത് എന്നിട്ട് സത്യം ഒരു 3-3.5 വയസ്സുള്ള ഒരു കുഞ്ഞൊരു ചാനലിൽ പോയപ്പോൾ അത് അഭിനയിച്ച് കാണിച്ചു, ജോണിക്കുട്ടിയെ ഏത് പാർലറിലാടാ അതിന്റെ കെട്ടിയോള് പോയെന്നൊക്കെ. അപ്പൊ ഞാൻ ചോദിച്ചു മക്കളെ ഇത് എങ്ങനെ ഡയലോഗ് പഠിച്ചത്? അത് ഞാൻ അതിങ്ങനെ ഇട്ടിട്ട് കേട്ട് പഠിച്ചതാ അതൊക്കെ പറഞ്ഞു. എന്നെ അമ്മുമ്മേന്ന് വിളിക്കുന്ന ഒരു കുഞ്ഞ്, കൊച്ചു കുഞ്ഞ്. നല്ല രസമായിട്ട് പറഞ്ഞത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ, ഏത് ഫീൽഡിലുള്ള ആൾക്കാരായാലും. അപ്പം പിന്നെ മല്ലിയമ്മ ചോദിക്കാനുള്ളത്, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ പൃഥ്വിരാജിന്റെ സിനിമയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം തീർച്ചയായിട്ടും എമ്പുരാനിലേക്ക് നമുക്കൊന്ന് വരേണ്ടി വരും. അതിന്റെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് അറിയോ മല്ലികാമ്മ? അല്ല, എനിക്കങ്ങനെ അപ്ഡേറ്റ്സ് അറിയില്ല. എമ്പുരാൻ കുറച്ചും കൂടി ഒരു വലിയ പടമാണ് സത്യത്തില്. കാരണം ഇതിനകത്ത് ഞാൻ കേട്ടറിഞ്ഞാണ്, ഞാൻ മോനോട് കഥ ചോദിക്കുന്നതില്ല, അവൻ പറയത്തുമില്ല. അല്ല അവനറിയാം, അവനിങ്ങനെ ആ ഒരു ഓരോരുത്തർ പറഞ്ഞറിഞ്ഞതെന്ന് വെച്ചാൽ ഇതിനകത്താണ് കുറച്ച് കൂടുതൽ ഈ സ്റ്റീഫൻ ആരാണെന്നും സ്റ്റീഫന്റെ കൂട്ടുകാരനായിട്ട് രാജു വരുന്നുണ്ടല്ലോ മറ്റേ ഒരു സിംഗിടിയായിട്ട്, അതാരാണെന്നും ഒക്കെയുള്ള കുറെ കൂടെ ഡീറ്റെയിൽഡ് വേർഷനാണ് ഓരോ ക്യാരക്ടറിന്റെയും. പിന്നെ കുറെ കൂടെ സംഭവങ്ങൾ ഇതിലാണ് കൂടുതൽ എന്നൊക്കെ പറയുന്നു. പക്ഷെ രാജുവിനുള്ള ഏക ഗുണം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്, അവന് ഒരു ജോലി അങ്ങോട്ട് ഏറ്റാൽ ഒരു 150% അവൻ അതിനകത്ത് ഇൻവോൾവ്. വളരെ മുമ്പേ ഇതെല്ലാം റെഡിയാക്കി സ്റ്റോറി ബോർഡ് ഉണ്ടാക്കി, ആദ്യത്തെ ദിവസം ഷൂട്ടിങ്, ഫസ്റ്റ് സീൻ ഏത്, അതിലാരൊക്കെ, ഇതിലെന്ത് വേഷം, ഇതെല്ലാം നേരത്തെ ബന്ധപ്പെട്ടവരുടെ കയ്യിൽ DTP എടുത്ത് കൊടുക്കും. ഒരു കൺഫ്യൂഷനും ഒന്നുമില്ല. എനിക്ക് വരെ തലേ ദിവസം മൊത്തം ഈ പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് കണ്ടല്ലോ ബ്രോഡാഡി ആ സീൻ തലേ ദിവസം വീട്ടിൽ അവിടെ റൂമിൽ കൊണ്ടുതരും. ഇതാണ് നാളെ ചേച്ചിയുടെ സീൻ എടുക്കാൻ പോകുന്നത്, ഏത് ഡയലോഗ്, എല്ലാ സീന് നമ്മുടെ കൂടെ ആരൊക്കെയാ, ഇതാണ് നിങ്ങളുടെ ഡയലോഗ്, എല്ലാം തരും. അങ്ങനെ ഒരു ക്ലീൻ പ്ലാനിങ് ഉണ്ട് രാജുവിന്. അത് എനിക്കൊരു വലിയ സന്തോഷമാണ്. കാരണം നമുക്ക് കുറെ കൂടെ ഇപ്പൊ അവിടെ ഇപ്പൊ വരും സീൻ, ഇപ്പൊ വരും അത് പറഞ്ഞിരിക്കുന്നതിൽ നല്ലതല്ലേ. സീൻ കൈ കിട്ടിയാൽ നമുക്കൊന്ന് വായിച്ചിട്ട് പോകാമല്ലോ. ജോഷി സാറൊക്കെ, അയ്യോ ഞാൻ ഈ പറഞ്ഞോട്ടെ, ഞാൻ ഒരുപാട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പണ്ട് ജോർജ് സാറൊക്കെ നമ്മൾ കോഴിക്കോട് ഞാൻ മണ്ണൊക്കെ അഭിനയിക്കുമ്പോൾ സാറ് തന്നെ തലേ ദിവസം ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് വരുമ്പോഴത്തേക്ക് വന്നോ നിങ്ങള്, ശരിതാ എടോ മലയാളിക്ക് സീൻ കൊടുക്ക്, തരും, വായിക്കാൻ തരും. ഇതില് മല്ലികാമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജിനൊരു വിലക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് മമ്മൂക്ക മാത്രമാണ് അതിലൊന്ന് ഒരു പ്രതികരണം ഉണ്ടായെന്ന് പറഞ്ഞു. അല്ല, ഉണ്ടായിരുന്നു തുടക്കത്തില് ഒരു ചെറിയ വിലക്ക്. അത് വാസ്തവം പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർസിനൊന്നും അതിൽ ഒരു പങ്കുമില്ല. ഇനി അവർ കൊണ്ടുപോയി വല്ല കേസ് കൊടുക്കുകയൊക്കെ ചെയ്താൽ അത് കുഴപ്പമാവും ചേട്ടാ, അല്ലാതെ ഇപ്പോൾ ഉടനെ തീരും, ഈ ആഴ്ച തന്നെ പ്രശ്നങ്ങൾ തീരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരി നമ്മൾ അഭിനയിക്കാന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ പഴയ കാലമല്ല, ഈ കലിയുഗത്തില് ഈ ബൂമറാങ് എന്നൊക്കെ പറയുന്ന പോലെ ഈ ശരം തിരിച്ചു വരും, കർമ്മ തിരിച്ചു വരും. അന്ന് വാസ്തവത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഞാനും മക്കളും എല്ലാം വളരെ സീനിയറായിട്ട്, കാരണം സുവേട്ടൻ്റെ കൂടെ ഒന്നിച്ച് കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്നത് മമ്മൂട്ടിയാണ്. അന്ന് മമ്മൂട്ടിയാണ് ആദ്യം എന്ന് പറഞ്ഞത്, എന്തോ സോറി പോരാ മാപ്പെന്ന് പറയണം, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് പണ്ടാരം ഇതങ്ങ് നിർത്തുന്നത് നല്ലതില്ലെങ്കിൽ ഇവരിത് വെച്ച് നീട്ടിക്കൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞ് അത് അവസാനിപ്പിക്കാൻ മുൻകൈ എടുത്തത് മമ്മൂട്ടിയാണ്. യാതൊരു അല്ല, അവൻ വന്നിട്ട് പറഞ്ഞു, ഞാനത് ഒരുപാട് ഞാൻ ക്ഷമിച്ചു, എൻ്റെ ഇടയ്ക്ക് എഗ്രിമെൻ്റ് ഒപ്പിട്ട് വാങ്ങിച്ചപ്പോഴാണ് വിനയൻ സാറിൻ്റെ പടം അത് അത്ഭുത ദ്വീപ്. അതെ അത് ഈ പറയുന്നത് നമുക്ക് അറിയാവുന്ന പ്രൊഡ്യൂസർ, നമുക്കറിയാവുന്ന സംവിധായകൻ. കാരണം ഈ വിനയൻ സാറാണ് ഇന്ദ്രനെ ആദ്യമായിട്ട് സിനിമയിൽ കൊണ്ടുവന്നത്, ഓമപ്പടൻ ഉരിയാടാ പയ്യൻ. അപ്പൊ എഗ്രിമെന്റ് ഒക്കെ ഒപ്പിട്ട് ഇവർക്കൊക്കെ വലിയ സൂപ്പർ താരങ്ങൾക്കെല്ലാം ബാധിക്കത്തില്ല. ഒരു കേസ് കൊണ്ട് കൊടുത്താൽ എന്ത് ചെയ്യും? അവന്റെ 3-ാമത്തെ 4-ാമത്തെ ഒക്കെ പടമാണ്. അപ്പൊ അത് അവനെ ബാധിക്കില്ലേ? അപ്പൊ ഞാനും പറഞ്ഞു, അയ്യോ ശരിയാ മോനെ, ഒന്ന് വിളിച്ച് ഞാൻ ചോദിക്കാം, ഇത് ശരിയല്ല, അവൻ കൊച്ചുകുട്ടി, അവരെ ആർക്കാ ഭയം, 5-6 പടമല്ലേ ആയുള്ളൂ. ഈ പറഞ്ഞ പോലെ ഈ സമയത്ത് മാറി നിൽക്ക്, അഭിനയിക്കത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇന്നാരുടെ പടത്തിൽ അഭിനയിക്കത്തില്ല എന്നൊന്നും പറയാനുള്ള ഒരു ലെവൽ ഒരിക്കലും പറയാൻ പാടില്ല, ഏത് ലെവലിലെത്തിയാലും അത് വേറെ കാര്യം. എന്നാൽ പോലും അങ്ങനെയൊന്നും പറയുന്ന ഒരു വലിയ സ്ഥാനത്തേക്കൊന്നും പൃഥ്വിരാജ് ആയിട്ടില്ല. അതുകൊണ്ട് എനിക്കിത് ശരിയാണെന്ന് തോന്നുന്നില്ല. അല്ല ഈ ആഴ്ച തീരും. ഞാൻ ശരി
അപ്പോൾ ഒരു 10 ദിവസം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് മോനൊരു കാര്യം ചെയ്യും, പിന്നെ വിളിക്കണ്ട, ഇപ്പം വിളിച്ച് കാര്യം പറഞ്ഞല്ലോ, പോയി അഭിനയിക്കാൻ. അത് അഭിനയിച്ചതിനാണ് സോറി, അങ്ങനെയാണ് ഞാൻ അഭിനയിക്കാൻ പോയത്. അത് നിങ്ങൾക്കൊക്കെ അതിനകത്ത് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ഐ എം സോറി. അത് അവനൊരു ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു പോയതാണ്. ഇംഗ്ലീഷ് മാറ്റണം, മാപ്പ് പറയുന്നു എന്ന് പറയണം എന്നും പറഞ്ഞ് കൈപൊക്കി മുദ്രാവാക്യം വിളിച്ചതൊക്കെ പോട്ടെ. അവർക്ക് അന്നത്തെ അതിൻ്റെ പിന്നിൽ അത് ഇഞ്ചക്ട് ചെയ്ത് പറയടാ വിട്ടുകൊടുക്കണ്ട എന്നൊക്കെ പറയാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ എനിക്കറിയത്തില്ല. പക്ഷെ അന്നും ഇന്നും എന്നും ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ഏത് താരമായാലും അവരെങ്ങനെയെല്ലാം വളച്ചൊടിച്ച് സംസാരിച്ചാലും മനസ്സിലാവുന്ന ഒരാൾ 52 വർഷമായിട്ട് ഈ സിനിമയിൽ നിൽക്കുന്ന ഒരുത്തി ആ വീട്ടിലുണ്ട്, വലിയ ചേച്ചി. ഞാനൊക്കെ സത്യം പറയാം, ഇപ്പൊ എന്തെല്ലാം ശത്രുക്കൾ മാറി, ഇത് അങ്ങനെ ഇങ്ങനെ. ഇപ്പൊ ചിലപ്പോൾ എന്നെ കളിയാക്കുന്ന എന്നെ അറിഞ്ഞുകൂടാ, എന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല, മക്കളെ ഒന്ന് ചൊറിയാൻ വേണ്ടി നമ്മളെ പറയുന്നവരുണ്ടല്ലോ, അറിയാം. ശരി, അത് അവരുടെയൊക്കെ വിചാരം ഇതെല്ലാം വായിച്ചോണ്ട് ഇവിടെ ഞാനയക്കുന്ന മെസ്സേജ് ഒരാഴ്ച കഴിഞ്ഞാണ് അവൻ കാണുന്നത്. അപ്പൊ അവിടെ എനിക്ക് കഷ്ടം തോന്നും. അവരെയൊക്കെ കാണിക്കാൻ വേണ്ടി ചൊറിയതായിരിക്കും. പക്ഷെ എന്തായാലും ആക്ച്വലി അവരെല്ലാം വലിയ അവര് ഉന്നമിക്കുന്നത് ഫാൻസ് പേജ് ഇല്ലേ, അവര് തമ്മിലുള്ള യുദ്ധത്തിനാണ് അങ്ങനത്തെ കമന്റ്സ് ഇടുന്നത്. അതെ അതെ, ശരി, അത് ഒരു പ്രധാന ഘടകമാണ്. അതെന്താ അറിയോ, നമ്മുടെ ആൾക്കാരുടെ വിചാരം ഇങ്ങനെ ഫാൻസുകൾ തമ്മിൽ ചീത്ത വിളിച്ചാൽ അതുപോലെയാണ്. പിന്നെ പൃഥ്വിരാജും സൂര്യയും ദുൽഖറും എന്ത് കഷ്ടം, അവരൊക്കെ കൂടെ ഒന്നിച്ച് ചാപ്പാടും കഴിച്ച് സന്തോഷമായിട്ട് നടക്കുന്നത്. ഇവര് തമ്മിൽ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ സ്വയം ഒരു വില കളയുന്ന ഒരു പരിപാടിയാണ്. അത് അവർക്ക് മനസ്സിലാവുന്നില്ല. എന്റെ പൊന്നെ ദൈവമേ, ദുൽഖറൊക്കെ എന്ന് പറഞ്ഞാലുണ്ട്, എന്റെ ആൽബത്തിൽ തന്നെ ഉണ്ട് ഒരു ഫോട്ടോ, ഇത്രയേ ഉള്ളപ്പോൾ ഉള്ള ഫോട്ടോയാ. മമ്മൂട്ടിയുടെ കുഞ്ഞല്ലേ, അപ്പൊ മമ്മൂട്ടി ഒരുപാട് സുഖമുണ്ട് കൂടെ അഭിനയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ന് തൊട്ട് ഇവരൊക്കെ ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ വലിയ അടുപ്പോ അവരൊന്നിച്ച് ബർത്ത്ഡേയോ അതോ വെഡിങ് ആനിവേഴ്സറിയോ ഒക്കെ ആഘോഷിക്കുകയും ഒക്കെ ചെയ്യും. നമ്മൾ ഈ വയസ്സുകാലത്തിന് അതിന് പോകുന്ന അത് അവരുടെ ഒരു എൻജോയ്മെന്റ് അല്ലേ. അപ്പൊ പക്ഷെ ഈ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനല്ലേടാ ഇങ്ങനല്ലേടാ എന്നൊക്കെ പറയുന്നത് എന്തോ ആ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വീട്ടിൽ ആരും കാണത്തില്ലായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് വിവരം കെട്ടവരാവൂ എല്ലാ പിള്ളേരും. മൊബൈലിന്റെ സ്ക്രീൻ ബാക്കിൽ ഇരുന്നിട്ട് അവർക്ക് പറയാൻ പേടിയുണ്ടാവില്ല. പക്ഷെ ഈ പറയുന്ന ആളുടെ മുന്നിൽ വന്ന് പറയാനായിട്ട് അവർക്കത് സാധിക്കില്ല. അയ്യോ, മുന്നിൽ വന്ന് പറയാവുന്നവരാണെങ്കിൽ നമ്മളും ബഹുമാനിക്കും. ഇത് അതില്ലല്ലോ. ഈ കയ്യിലൊരു എഴുതാനൊരു സംഭവം ഉണ്ട്, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ഉണ്ട്, ഒരു സോഷ്യൽ മീഡിയ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു വകയിലൊരു ഭീരുത്വം തന്നെയാണ്. അതുകൊണ്ടാണ് അതിൽ ചിന്തിച്ചൊരു കാര്യം, നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല, ഒന്നല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ പോലെ ആവാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം, നമ്മളെ പോലെ മീൻസ് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള അത് ചിലപ്പോൾ ഉണ്ടാവാം, ജീവിതത്തിലുണ്ടാവുന്ന ചില ഫ്രസ്ട്രേഷൻസ് ഉണ്ടല്ലോ, നൈരാശ്യം, അതിൽ നിന്നും വരാം. ചുമ്മാ ആരെങ്കിലും ഒക്കെ ചീത്ത വിളിച്ചൊരു സ്വയം സുഖം കണ്ടെത്തുക. അയ്യോ അല്ല, നന്നാവണം എന്നുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അങ്ങനെ അല്ലല്ലോ. ഒരാളിന്റെ നല്ല വശമായിരിക്കും ആദ്യം പറയുക, പിന്നെ ഉള്ളൂ. വെറുതെ വലിയ ആളാക്കരുത്. അവിടെ ഇത് ഈ ഇടയ്ക്ക് ആരാണ്ട് പറഞ്ഞ, അയ്യോ ഞാൻ കണ്ടില്ല, എവിടെ ഒരു വലിയ പ്രമുഖൻ എറണാകുളത്തുള്ള പുള്ളി ഇലക്ഷനൊക്കെ നിന്ന് തോറ്റ ഒരാളാണ്. പക്ഷേ പൃഥ്വിരാജിന്റെ പടം 2023 സെൻസർ ചെയ്തെങ്കിലും ജനം കണ്ടത് 24 ജനുവരിയിലാണെന്നൊക്കെ. അതിനെങ്ങനെ കൊടുത്തു ജനപ്രിയ? അപ്പൊ എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത്, മനുഷ്യരാരും കാണാതെ പെട്ടിയിലിരുന്ന ചിത്രങ്ങൾക്ക് ഇവിടെ ജനപ്രിയ ചിത്രം കൊടുത്തിട്ടുണ്ട് എത്രയോ പ്രാവശ്യം. ഞാൻ ഇവിടെ പേരും എന്നെ നേരിട്ട് വിളിക്കാമെങ്കിൽ പേരുകൾ വരെ പറഞ്ഞു കൊടുക്കാം. അതൊന്നും തിയേറ്റർ പോലും കിട്ടാതിരുന്ന പടങ്ങൾ ജൂറി കണ്ടപ്പോൾ നല്ല പടം, ഇത് ജനങ്ങൾ കാണേണ്ട പടമാണ് എന്ന് തോന്നി അവർ കൊടുത്തു. എന്തപ്പോൾ തെറ്റ്? അത് 7 പേരുടെ തീരുമാനമാണ്. അതിന് നമ്മളിവിടെ കിടന്നുകൊണ്ട് അയ്യോ മൊത്തം വിളിച്ചിട്ട് കാര്യമുണ്ട്. അപ്പൊ ഒന്നും പറയാനില്ല. അദ്ദേഹം കുറച്ചാളായിട്ട് നിശബ്ദനാ. അപ്പൊ പിന്നെ എന്താ പൃഥ്വിരാജിന്റെ 2 വാക്ക് പറയാം. എന്താ പൃഥ്വിരാജിന്റെ പേര് വന്നെന്ന് ആരെങ്കിലും നോക്കത്തില്ലേ? എന്തിനാണ് ഇവരൊക്കെ സ്വയം വില കളയുന്നത്? ഇങ്ങനെ നാണമില്ലേ സത്യം പറയുക? പറയാൻ കണ്ട ആൾ അങ്ങേരുടെ ശരിക്കും, അല്ലെങ്കിൽ ആ മേഖലകളുണ്ട്, അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള അവരുടെ പരിചയക്കാരുണ്ട്, വലിയ വലിയ ആൾക്കാരുണ്ട്. നമ്മളൊക്കെ വിട്ടേരെ, ഞങ്ങളൊക്കെ ജീവിച്ചു പോക്കോട്ടെ. പൃഥ്വി ഇന്ദ്രജിത്തും കൂടെ അഭിനയിച്ചിട്ടുള്ള സിനിമയൊക്കെ ഹിറ്റാണ്. അപ്പൊ അതില് കോമഡിയും വന്നിട്ടുണ്ട്, സീരിയസും വന്നിട്ടുണ്ട്. ക്ലാസ്മേറ്റ്സില് അതിൽ കോമഡി ഉണ്ടായിട്ടുണ്ട്, സീരിയസ് ആയിട്ടുണ്ടായിട്ടുണ്ട്. മറ്റേ അമർ അക്ബർ ആന്റണി സിനിമയിലായിട്ടുണ്ടെങ്കിൽ അത് ഫുൾ കോമഡിയാണ്. രണ്ടും ഭയങ്കര ഒരു കെമിസ്ട്രി അവർക്ക് ഓൺ സ്ക്രീനിൽ കാണുന്നുണ്ട്. വീട്ടിലും ഒക്കെ തന്നെയൊക്കെ ആയിരിക്കും വിചാരിക്കുന്നു, തമാശയും കളിയൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ ഇതില് ഈ ഒരു കാറ്റഗറിയില് കോമഡി ആയിട്ടുള്ളത് അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ളത് അഭിനയിക്കുമ്പോഴാണോ ഇഷ്ടം മല്ലിയാമിക്ക് തോന്നുന്നത്? എനിക്കിപ്പോ ഈ പറഞ്ഞ പടങ്ങൾ എനിക്ക് അമർ അക്ബർ ഇവർ രണ്ടും കൂടെ കോമഡി അഭിനയിക്കുന്നത്. കാരണം അവർക്ക് ഈ പറഞ്ഞിട്ടൊരു കെമിസ്ട്രി ഉള്ളത് കൊണ്ടായിരിക്കാം. ഞാൻ പോലും ഈ പറഞ്ഞ ചില രംഗങ്ങൾ കാണുമ്പോൾ നമ്മൾ അറിയാതെ ചിരിച്ചു പോകല്ലോ തിയേറ്ററിലിരുന്ന്. പിന്നെയാണ് അതാ മറ്റേ ഇങ്ങനെ എന്താ ഈ മോട്ടോർ സൈക്കിൾ നന്നായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ
ചേച്ചി ആരാ ഫേസ്ബുക്കിൽ അറിയാമോ ചോദിച്ചപ്പോ ഞാനടാ ഇങ്ങോട്ട് നോക്കാന്ന് പറയുമ്പോ രാജു ചമ്മുന്നത് അവിടെ എത്തും. അതൊന്ന് അതുപോലെ തന്നെ അതൊന്ന് പിന്നെ അതേപോലെ മോട്ടോർ സൈക്കിൾ ശരിയാവാതെ വരുമ്പോ പ്രതികാരം നാളെ ചെയ്യാം. ഇങ്ങനത്തെ ചില സംഭവങ്ങൾ അപ്പൊ എനിക്ക് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കോമഡി അവര് രണ്ടുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ എന്നാ അതേസമയം ഇപ്പൊ ഒന്നിച്ചല്ലെങ്കിൽ പോലും ലൂസിഫറിലൊക്കെ ഇന്ദ്രന്റെ ക്യാരക്ടർ അങ്ങനത്തെ ആണെങ്കിൽ നല്ലൊരു ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രമാണ്. അങ്ങനെയുള്ള ഏതായാലും ഇവരോടുള്ള കോമഡി പടങ്ങൾ ക്ലാസ്മേറ്റ്സോ അന്ന് ആ പടം ഇറങ്ങിയപ്പോ എല്ലാവരും കൂടെ എന്റെ ചേച്ചി പടി കയറി പോകുമ്പോ ഇതിന്റെ ഒരു 10 പ്രാവശ്യം ഒരു പടി കയറി പോകുമ്പോ എത്ര പിള്ളേർ ചവിട്ടി കയറി പോയതാ എന്നൊക്കെ പറഞ്ഞ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള അയ്യോ ലാലൂസിന് നല്ല പടമായിരുന്നു. അതൊക്കെ ഇവരെ ഒരുപാട് ഇവരുടെ സ്റ്റാർഡം ഉയർത്തിയ പടങ്ങളാണ് സത്യം പറഞ്ഞാലും. ശരിക്കും ഇത് ആക്ച്വലി ഇന്ദ്രജിത്തിന്റെ എനിക്ക് തോന്നുന്നത് കൂടുതലും കോമഡി ആണെന്നാണ് എനിക്ക് ശരിക്കും എനിക്കൊക്കെ എന്റെ ഇതിൽ നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ അല്ലാതെ കുറച്ച് നല്ല പടങ്ങൾ ഇന്ദ്രന്റെ ഉണ്ട്. ഇപ്പൊ മറ്റേ ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് ലെഫ്റ്റ് റൈറ്റ്, അത് പിന്നെ ഒരു നായകൻ എന്നൊക്കെ പറഞ്ഞൊരു കഥകളി, അതൊക്കെ എനിക്ക് വാസ്തവത്തിൽ തോന്നി വളരെ സീരിയസ് ആയിട്ടുള്ള ഇതുമാണ്. അത് നന്നായിട്ട് ചെയ്യുകയും ചെയ്തു. കുറെ തോന്നിയിട്ടുണ്ടോ ഇന്ദ്രജിത്തിന്റെ ആ ഒരു കാലിബർ ശരിക്കും മലയാള സിനിമ സത്യം എനിക്ക് അത് തോന്നാറുണ്ട്. കാരണം ഇന്ദ്രന് എല്ലാ വേഷവും ചേരുകയും ചെയ്യും. കോമഡി എങ്കിൽ അതാണ് അവന് ശരിക്കും പറയാൻ അവൻ ആദ്യമേ തന്നെ എല്ലാം ചെയ്യാൻ തുടങ്ങി. അപ്പൊ എവിടെയാണ് ഇയാളെ സ്റ്റാമ്പ് ചെയ്യേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷനിൽ 1-2-3 വർഷം അങ്ങ് പോയി. എല്ലാത്തിലും ക്യാരക്ടർ റോളിന് വിടും, കോമഡിക്ക് വിടും, മറ്റേ വിടും, മറിച്ച് അങ്ങനെ പോയി. പക്ഷെ അവ നല്ല ആർട്ടിസ്റ്റാ. ദോഹയിലൊക്കെ ഞാൻ പോകുമ്പോ എല്ലാവർക്കും ഇന്ദ്രനെ ഭയങ്കര കാര്യമാണ് ശരിക്കും പറയുകയും ചെയ്യും. എന്തൊരു നല്ല ആർട്ടിസ്റ്റാ, ഭയങ്കര രസമാണ്, അറ്റാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, 10-ാം വിളവ്, ഈ അടുത്ത കാലത്ത് വന്ന പടങ്ങളെ കുറിച്ച് അവരൊക്കെ ഈ വീട്ടിലിരിക്കുന്നുണ്ട്. എല്ലാ OTT-യിലൊക്കെ എല്ലാ പടങ്ങളും കാണുമല്ലോ. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ ഞാൻ പറയാം ശരിയാണ്, ഇന്ദ്രൻ നല്ല ആർട്ടിസ്റ്റാണ്, ഇന്ദ്രനെ അനുസരിച്ചിട്ടുള്ളതുപോലെ ഉള്ള വേഷങ്ങൾ പക്ഷെ വരാതിരിക്കില്ല. അവൻ എവിടെയോ ഒന്ന് ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്യും. എനിക്ക് തോന്നുന്നു എന്റെ മനസ്സും അങ്ങനെ തന്നെയായിട്ട്. നമ്മൾ പല മൂവീസ് എടുത്ത് നോക്കുമ്പോൾ ഏതൊരു ക്യാരക്ടർ നന്നായിട്ട് യോജിക്കുന്ന ഒരാളാണ് ഇന്ദ്രജിത്ത്. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ളൊരു ആ കാലിബർ അതെന്താ വെച്ചാൽ രാജു വന്നതേ ഹീറോ ആയിട്ടല്ലേ വന്നത്. ഇയാള് വരുമ്പോഴത്തേക്ക് അങ്ങനെ മറ്റേ മീശമാധവൻ അത് ഇത് അങ്ങനത്തെ പോലീസ് മറ്റേ ഇങ്ങനത്തെ വേഷങ്ങളൊക്കെ ചെയ്ത് എല്ലാവരുടെയും കൂടെ അവൻ അങ്ങനൊന്നുമില്ല. ഏത് വേഷത്തിന് വിളിച്ചാലും പോവുകയും ചെയ്യും. അപ്പൊ ഞാനിപ്പോ പറഞ്ഞു ഇപ്പൊ നിനക്കൊരു നല്ലൊരു ഇതുണ്ട്, നിന്റെ ഒരു കാലിബർ, നിന്റെ ഒരു പൊട്ടൻഷ്യലൊക്കെ വെച്ച് നോക്കുമ്പോൾ എവിടെയോ നല്ല കഥാപാത്രങ്ങൾ ഇപ്പൊ വന്ന് തുടങ്ങുന്നുണ്ട് മറ്റു ഭാഷകളിൽ നിന്ന് പോലും. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇപ്പൊ ഈ അനുരാഗ് കശ്യപിന്റെ ഒരു പടത്തിനകത്ത് നല്ല ക്യാരക്ടറാ. പടം തീർന്നു. ഹിന്ദി പടത്തിനകത്ത്. അപ്പൊ എന്തായാലും നല്ല അടിപൊളി ക്യാരക്ടേഴ്സ് ഇനിയും വരട്ടെ. 3 ഇതിൽ കാണിക്കണം കേട്ടോ ഈ വീഡിയോ ഉണ്ട്. സുപ്രിയ ഒരു സെൽഫി എടുക്കുന്നതല്ലേ, മമ്മൂക്കാനായിട്ട് സെൽഫി എടുക്കുന്നതാണ്. അപ്പം ഇങ്ങനെ നോക്കുന്നുണ്ട്, നോക്കി കഴിഞ്ഞിട്ട് അത് പറയുന്നുണ്ട് ഞാൻ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് പോണ്ടി വരുമോ എന്നുള്ളൊരു കൂടെ ക്യാപ്ഷനിൽ കാണിക്കുന്നുണ്ട്. അയ്യോ അതൊരു കമന്റ്, ആ കമന്റ് അവിടെ ചേരുന്ന കമന്റ് ആണ് സത്യത്തിൽ. അതൊരു മോശമായിട്ട് പക്ഷെ അത് പിന്നെ ഈ പറഞ്ഞിട്ട് മമ്മൂക്കായാകുമ്പോ പിന്നെ ആ കമന്റുകളൊരു തമാശയിലൂടെ എല്ലാവരും എടുക്കുള്ളൂ. വേറെ വല്ലവരും ചിലപ്പോ നമ്മൾ ആ വീഡിയോയിൽ കാണുന്നത് സുപ്രിയ അങ്ങനെ ഒരു ഫോട്ടോ എടുക്കുന്നത്. അപ്പം കറക്റ്റ് ആ സമയത്താണ് മീഡിയാസിനെ നോക്കിയിരിക്കുമല്ലോ എന്താണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ കറക്റ്റ് സമയത്തിന് ആക്ച്വലി അതിനെ കുറിച്ച് സംസാരം ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വെറുതെ ഒരു തമാശ പോലെ ഇവിടത്തേ ഉള്ളൂ. അതിലൊരു സുപ്രിയം അങ്ങനെ സെൽഫി എടുക്കാൻ അധികം പോകുന്ന ആളല്ല. അതുകൊണ്ട് ചിലപ്പോ രാജു ബന്ധപ്പെട്ട് നോക്കിയതുമായിരിക്കും. പതിവില്ലാതെ ഒരു സെൽഫി മമ്മൂക്കയായിട്ടുള്ള. കുറച്ചേരം കഴിഞ്ഞപ്പോ പിന്നെ നോക്കുമ്പോ പിന്നെ അടുത്ത സീൻ കാണുന്നത് മമ്മൂക്ക അപ്പുറത്തേക്ക് ഇരിക്കുന്നു, സുപ്രിയ സെൽഫിയുടെ ആളല്ല. സെൽഫി ഈവൻ നമ്മൾ പോലെ നിൽക്കുമ്പോൾ അമ്മ അന്ന് കൊടുക്കാൻ ഡ്രൈവറുടെ കൊടുക്കാൻ അവരെടുത്ത് തരട്ടെ ചുമ്മാ സെൽഫി പകുതി പോകും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു സെൽഫിക്ക് വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. അങ്ങനെയുള്ള ആള് സെൽഫി എടുക്കുന്നതിന് രാജു അന്തം വിട്ട് കാണും. അത് ഇനി മലികാമയെ നമ്മുടെ ആടുജീവിതത്തിലേക്ക് അധികം നമുക്ക് ഇനി വന്നിട്ട് കാര്യമില്ല. പക്ഷെ എന്നാലും ചോദിക്കാനുള്ള ചോദ്യം, നജീബിനെ സഹായിച്ചോ പൃഥ്വിരാജ്, അതെന്താണെന്നുള്ളതൊക്കെ ഒരു ചോദ്യമുണ്ട്. അപ്പൊ അതിനൊരു കമന്റ് ഉണ്ടായിരുന്നു, ഞാൻ ആ കമന്റ് ഒന്ന് വായിക്കാം കേട്ടോ. പൃഥ്വിരാജ് നജീബിക്കാക്ക് എത്ര തുക കൊടുക്കും അല്ലെങ്കിൽ എന്ത് സഹായം ചെയ്യുമെന്നൊന്നും ഈ ഭൂമി ലോകത്തിലെ ഒരൊറ്റ മനുഷ്യരോ മീഡിയയോ അറിയാൻ പോകുന്നില്ല. കാരണം ആ മനുഷ്യൻ പൃഥ്വിരാജ് സുകുമാരൻ എന്ന ഒരു അപൂർവ വ്യക്തിത്വമാണ്.
ഇനി ആ സത്യം അറിയാവുന്നത് ഈ ഭൂമിയിൽ പടച്ചവനും പൃഥ്വിക്കും നജീബക്കാക്കും അദ്ദേഹത്തിന്റെ ഫാമിലിക്കും മാത്രമായിരിക്കും. നമ്മളതോർത്ത് വേവലാതിപ്പെടേണ്ടതില്ല. കാരണം ഇനി അങ്ങോട്ട് നജീബക്കയുടെ ശരിക്കുമുള്ള അർബാബ്, അതായത് കഫീൽ എന്ന് പറയുമല്ലോ, അർബാബ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന ആളായിരിക്കും. ആ കമന്റിനോട് എങ്ങനെയാണ് മലയാളം? അത് സത്യമാണ്. എന്താ അറിയാമോ, എനിക്കതിന് വലിയ സന്തോഷമുള്ളൂ. കാരണം എല്ലാ പുരാണങ്ങളിലും അർത്ഥം ഒന്ന് തന്നെയാണ് പറയുന്നത്. അതായത് വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ പോലും അറിയരുതെന്നാണ് അല്ലേ? അതിപ്പോ ഈവൻ നിങ്ങളുടെ മതത്തിലില്ലേ, നമ്മൾ കൊട്ടിഘോഷിച്ചോണ്ടല്ല, ഒരു മനുഷ്യനോടുള്ള ഒരു അനുകമ്പയും സഹതാപവും സഹായവും ഒക്കെ ചെയ്യേണ്ടത് ദൈവം തമ്പുരാനെ അല്ലെ പടച്ചതമ്പുരാനെ വിശ്വസിച്ചുകൊണ്ട് ചെയ്യണം, അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യരുത്. എൻ്റെ ജീവിതത്തിൽ 2018 വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര പൈസയൊന്നും ഇല്ല, മക്കളുടെ കുട്ടികളുടെ പൈസയൊന്നും ഇല്ലെങ്കിലും ഞാനൊരു സാധനങ്ങളായിട്ടൊരു 100-300 കിലോ, അത് വേറെ, അതല്ലാതെ തന്നെ 2-3 ലക്ഷം രൂപ പലയിടത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരൊറ്റ സംഭവം എന്നിട്ടും ആലപ്പുഴ ഞാനൊരു പശുവിനെ വാങ്ങിച്ചു കൊടുത്തത് അവിടുത്തെ ആ എഡിഷനിൽ വന്നു. അന്ന് അവിടെ കളക്ടറായിരുന്ന ആളെന്തോ പറയുകയൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ അതിനല്ല ചെയ്തത്. ആ സ്ത്രീയുടെ കരച്ചിൽ കണ്ടു. 10-15 ലിറ്റർ പാല് കിട്ടിയ പശു കെട്ടിയിട്ട മരത്തോടുകൂടി ഈ മണ്ണിടിഞ്ഞ് അങ്ങ് വെള്ളത്തിൽ പോയി. 2018 ഭയങ്കരമായിരുന്നല്ലോ. അപ്പോൾ എനിക്കൊരു പശുവിനെ വാങ്ങിച്ചു തന്നാൽ ഞാൻ വാങ്ങിച്ചു കൊടുത്തു. അതേ പേര് ഒരു പെൺപശു. അത് കുറച്ച് കഴിയുമ്പോൾ അതിന് ചെനയുണ്ടായിരുന്നു, അത് പ്രസവിച്ചതും കിടാവായിരുന്നു. എന്നിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞ എപ്പോഴാന്ന് വെച്ചാൽ, അടുത്ത പ്രാവശ്യം ഇതുവഴി പോകുമ്പോൾ അമ്മയെ എനിക്കൊന്ന് കാണണം, ഒരു മനസ്സിൻ്റെ ഒരു സുഖത്തിലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ഞാൻ കളക്ടറേറ്റിൻ്റെ വാതിൽക്ക് നിർത്താം, അവിടെ നിന്നോളൂ, ഞാൻ വരുന്നെന്ന് പറഞ്ഞപ്പോൾ സത്യമായി ഞാൻ കണ്ണ് നിറഞ്ഞു പോയത്. ഒരു കുപ്പിക്കകത്ത് പാല്. ഞാൻ ഇതെന്തമ്മ ഇതേ അമ്മ വാങ്ങിച്ചിരുന്ന പശുവില്ലേ? അയ്യോ സത്യം, അന്നാണ് എനിക്ക് വല്ലാതെ ആയിപ്പോയി. ഞാൻ പറഞ്ഞു, അമ്മേ എന്തിനാണ് ഈ വെയിൽ കൂട്ടി പിടിക്കുന്നത് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതല്ല, എനിക്ക് എൻ്റെ നഷ്ടപ്പെട്ടു പോയ വരുമാനം എന്ന് പറഞ്ഞത് 15 ലിറ്റർ പാല് വിറ്റ പൈസയാണ്, അതിലും കൂടുതൽ ഇപ്പം കിട്ടുന്നുണ്ട്. അപ്പം അത് മനസ്സറിഞ്ഞാണ് അമ്മ സഹായിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം എനിക്കത് കേട്ടപ്പോൾ എനിക്കൊരു അത് സത്യം പറയുകയാണെങ്കിൽ ഒരു ക്രിസ്ത്യൻ ലേഡിയാണ്. അപ്പം എന്നിട്ട് എൻ്റെ അടുത്ത് പറയണം, ഞാൻ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പം എന്നും ഞാൻ അമ്മയ്ക്കും മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ഒരു അങ്ങനെയുള്ള പ്രാർത്ഥനകളാണ് എൻ്റെ മക്കളുടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുവന്നത്. അല്ലാതെ എൻ്റെ പൊന്നമ്മേ ഈ സിനിമയും ഗ്ലാമറും കാശും ഒന്നും അല്ല. കിട്ടുന്ന ദൈവാധീനം ഒരുപക്ഷെ നിങ്ങളെ പോലെയുള്ള നല്ല മനസ്സുള്ളവരുടെ അടുത്ത് നിന്നാവാം. എന്തോ ഇങ്ങനെയൊക്കെ പോകുന്നു. എനിക്കങ്ങ് കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഇവരെന്തിനാണ് ഒരു കുപ്പി പാല് കൊണ്ട് അവിടെ നിന്ന് ആലോചിച്ച് നോക്കൂ. ഞാനാണെ പോലും ചെയ്യൂല ചിലപ്പം. അവിടെ ചെന്ന് കണ്ടല്ല അമ്മ ഇങ്ങനെയാണ് പശു പതിനായിരിക്കുന്നത്, ഇത് പാലെടുത്തോണ്ട് വന്നിരിക്കുകയാണ് ഒരു കുപ്പിയിൽ, എന്നിട്ട് ഒരു സഞ്ചിക്കകത്തു പാലെടുത്ത്. ഞാൻ കിട്ടുന്ന അവാർഡുകളൊക്കെ വലിയൊരു അംഗീകാരം. അയ്യോ വലിയ സന്തോഷം അല്ലേ അമ്മയ്ക്ക് ആ സമയത്ത്? ഞാനത് ഇവിടെ ഞാൻ കൊച്ചിയിലാണ് എൻ്റെ വീട്. ഇല്ല ഞാൻ ഇത് കാച്ചിയതാ അമ്മയ്ക്ക് അവിടെ ചായ ഇട്ട് കുടിക്കാം എന്നെല്ലാം പറഞ്ഞ് പാവം പിടിച്ച്. മേരി എന്നാണ് അവരുടെ പേര്. അവരുടെ പശു ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ആ തെങ്ങോടുകൂടി അത് ഇത് വെള്ളത്തിൽ ഒലിച്ചു പോയപ്പോൾ പശു പോയി, തെങ്ങും പോയി. അതാണ് സംഭവം. ഞാൻ ഇവിടെ കളക്ടറേറ്റിൽ ഒരു ജൂട്ടിന്റെ ബാഗ് വിതരണം ചെയ്ത ഒരു ഫംഗ്ഷന് പോയതാ. അപ്പോൾ അന്നത്തെ കളക്ടർ എനിക്ക് തോന്നുന്നു ടൂറിസം MD ആണ്. നല്ല ഒരു മിസ്റ്റർ തേജ അങ്ങനെതാണ് കൃഷ്ണകാന്ത്, അദ്ദേഹത്തിന്റെ ഹീസ് ഫ്രം ആന്ധ്ര. അപ്പോൾ രാമോജി റാവ് സ്റ്റുഡിയോയുടെ കാര്യം എല്ലാം പറഞ്ഞ് എല്ലാം കഴിഞ്ഞോട്ട് ഇറങ്ങിയപ്പോൾ ഈ സ്ത്രീ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ എന്നെ എന്നും കാണാൻ വരുന്ന ഒരാളായത്. അയ്യോ കഷ്ടമാണ് മേഡം, അവരുടെ കാര്യം പറഞ്ഞാൽ ഒരു പശുവായിരുന്നു അവരുടെ ജീവിതമാർഗം, അത് ഈ വെള്ളത്തിൽ അങ്ങ് പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കിങ്ങനെ കണ്ടപ്പോൾ അവരിങ്ങനെ എനിക്കെന്ന് അമ്മയുടെ കൂടെ നിന്നൊരു പടം എടുത്താൽ കൊള്ളാമെന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ അതിനെന്താ അമ്മേ, ഞാൻ അങ്ങനെ വലിയ താരമൊന്നുമല്ല, എടുക്കാം വന്നാട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ 5-6 പെണ്ണുങ്ങളൊക്കെ നിൽപ്പുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് കാപ്പിയൊക്കെ അറേഞ്ച് ചെയ്തു. ഞാൻ ഇതിനു വേണ്ടി ആലപ്പുഴ വന്നതല്ലേ എന്നും പറഞ്ഞാൽ തിരുവനന്തപുരത്ത് വന്നാലേ. ഞാൻ പറഞ്ഞു കഷ്ടമാണ്, അവരെന്നും വരും, ഒരു പശുവിനെ വാങ്ങിച്ചു കൊടുക്കുമോ, കാരണം അവർക്ക് അത് വേറെ ജോലി ഒന്നും ചെയ്യാനുള്ള പ്രായം കഴിഞ്ഞു. ഞാൻ ഈ കറക്കുന്ന പശുവാണോ സാർ? അതെ. എന്താവും? അല്ല അതിപ്പോൾ നല്ലൊരു പശു എന്ന് പറയുമ്പോഴത്തേക്കും മേഡം ഒരു 10-50,000 രൂപയ്ക്ക് കൊടുത്ത നല്ല സത്യമായുണ്ടല്ലോ. എൻ്റെ അന്നെന്തോ ദൈവം തന്ന കാശ് അവർക്ക് അവരുടെ തലയിലെഴുത്ത് നല്ലതായിട്ടുണ്ടായി. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വള പണം വെച്ചെങ്കിലും അവരുടെ വിഷമം കണ്ടപ്പോൾ അതിപ്പോൾ സൈനം കണ്ടാലും കൊടുക്കും. അതായത് ഒരു ബിങ്ങാണ് അവരെ, അവരുടെ ജീവിതമേ പോയി പശു പോയതോടുകൂടി. ഞാൻ അമ്മ ഇങ്ങ് വരണം, എന്നെ ഒരു അനിയത്തിയായിട്ട് കണ്ടാൽ മതി ചോദിച്ചു. ചിലപ്പോൾ ഞാൻ ചേച്ചിയായിരിക്കും, എന്തായാലും ഞാൻ പറയുക
അമ്മയ്ക്കൊരു പശുവിനെ വാങ്ങിച്ചാൽ മതിയോ, സന്തോഷമാവുമോ? ഓ, പശുവിനിട്ട പേരുകളും കാര്യങ്ങളും എല്ലാം പറയാം. ശരി, ഇത് ഞാൻ ഈ സാറിൻ്റെ അടുത്ത് ഒരു പശുവിനെ ഞാൻ തന്നെന്ന് പോലും പറഞ്ഞില്ല. സാറിൻ്റെ അടുത്തോ അമ്മ ഒരു പശുവിനെ വാങ്ങിച്ച് തരാൻ പോവാ കേട്ടോ, 15 ലിറ്റർ പാല് കറക്കാൻ പറ്റുന്നത് നോക്കി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഒരാഴ്ചക്കകം നിങ്ങൾക്ക് പശുവിനെ കിട്ടുന്നു. ഇപ്പം ഇവർ ഒരൊറ്റ കെട്ടിപ്പിടുത്തുമായിരുന്നു എന്നെ. അപ്പോൾ ഒക്കെ ഞാൻ വിചാരിച്ചു എത്രയോ ബന്ധക്കാർക്കും സ്വന്തക്കാർക്കും വേണ്ടപ്പെട്ടവർക്കും നമ്മൾ ചെയ്യുന്നു. പക്ഷെ ഓരോരുത്തരുടെ മനസ്സിലെ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്ന രീതിയെ നമ്മളും കൂടെ സങ്കടപ്പെട്ടു പോയപ്പോഴും ശരിക്കും പറയുകയാണെങ്കിൽ. അങ്ങനെയാണ് ഞാൻ ഈ പശുവിനെ വാങ്ങിക്കാനായിട്ട് അപ്പം തന്നെ അവിടുന്ന് ചെക്ക് എഴുതി കൊടുത്തു, പശുവിനെ കിട്ടി. അതിന് ശേഷമുള്ള ഒരു സംഭവമാണ് ഞാൻ ഈ പറഞ്ഞത്. അവിടെ ചെന്ന് കളക്ടറേറ്റിൽ ചെന്ന് ആരാണ്ടെ കൊണ്ട് എന്നെ വിളിപ്പിച്ചിട്ട് കാണണം പശു നന്നായിരിക്കുന്നു. അങ്ങനെ അയ്യോ അതിനെന്താ അമ്മേ നന്നായിരിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞെങ്കിലും അയ്യോ എനിക്കൊന്ന് കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നുണ്ട് 3-ാം തീയതി. അമ്മ ഒരു കാര്യം അത് എനിക്ക് അവിടെ ഇറങ്ങാൻ സമയമില്ല, എനിക്ക് കൊച്ചിക്ക് പോവാൻ, ഞാൻ അവിടെ വരാം. അപ്പോഴാണ് ഈ പാലും കൊണ്ട് എൻ്റെ സപ്തനാടി തളർന്നുപോയി. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഒരുപക്ഷെ ആർക്കും തോന്നില്ല, നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും തോന്നുമോ എനിക്ക് തോന്നില്ല. അത്രേ സ്നേഹമായിരുന്നു അവർക്ക്. ആ സ്നേഹത്തിലൊക്കെ ഞാനിപ്പോ ഈ അസുഖമൊക്കെ മാറി രണ്ടാമത് അഭിനയിക്കാനൊക്കെ വന്നപ്പോഴും ഞാൻ വിചാരിക്കും എന്തായാലും വയസ്സിത്തരൊക്കെ ഇന്നലെ നാളെ നമ്മളൊക്കെ പെട്ടിയടക്കി പോകാനിരിക്കും തന്നെ. പക്ഷെ ചില സമയത്ത് നമുക്കൊന്നുമില്ല എന്ന് തോന്നി നമ്മളെ രക്ഷപ്പെടുത്തുന്നതിന്റെ പിന്നിൽ ഇതുപോലെയുള്ള നല്ല മനസ്സുള്ള അമ്മമാരുടെ പ്രാർത്ഥനയും കൂടെ കാണും കേട്ടോ, സത്യം പറയാം. അമ്മമാരുടെ മാത്രമല്ല ഒരുപാട് സഹോദരന്മാര് തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ഗുരുവായൂർ ചെയ്തിട്ടുണ്ട് ഒരു കിഡ്നി മാറ്റി വെക്കാനൊക്കെ ആയിട്ട്. അത് ഞാൻ മക്കളോട് പോലും ചോദിച്ചിട്ടില്ല. അത് അവര് പറയാത്. അത് അമ്മയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ കഴിയുന്നത് അമ്മ തന്നെ ചെയ്യും. പിന്നെ കുറച്ച് വലിയ സംഭവമൊക്കെ ആണെങ്കിൽ ഈ ഇലക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ചെറിയ രീതിയിലൊക്കെ പറ്റുള്ളൂ, വലിയ രീതിയിലൊക്കെ അവർക്കേ പറ്റൂ, നമുക്ക് പറ്റത്തില്ല.